ഇന്നത്തെ യാത്ര തെലുങ്കാനയിലെ ഹൈദരാബാദിലെ മ്യുസി നദിയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സലാർജംഗ് മ്യൂസിയത്തിലേക്കാണ്. 1951 ഇത് സ്ഥാപിച്ചത്. ലോകമെമ്പാടുള്ള അപൂർവവും അമൂല്യവുമായ വസ്തുക്കളുടെ ശേഖരണത്തിനു കാരണം ഡെക്കാൻ ചരിത്രത്തിലെ പ്രശസ്തരായ സലാർജംഗ് കുടുംബമാണ്. അവരിൽ 5 പേർ നിസാം ഭരണത്തിലെ പ്രധാനമന്ത്രിമാരായിരുന്നു. സലാർജംഗ് മൂന്നാമൻ എന്നറിയപ്പെടുന്ന മിർ അലി യൂസഫ് ഖാൻ പ്രധാനമന്ത്രി പദം ഉപേക്ഷിച്ചു കലയുടെയും സാഹിത്യത്തിൻ്റെയും നിധി സമ്പാദനത്തിൽ ജീവിതം സമർപ്പിച്ചു. കലയോടുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ലോകമറിയുകയും പൂർവിക കൊട്ടാരമായ ദിയോടിയിലേക്ക് ലോക കോണുകളിൽ നിന്നുള്ള വ്യാപാരികളാൽ നിറഞ്ഞു. പുരാതന വസ്തുക്കളുടെ ശേഖരം 1949 അദ്ദേഹത്തിൻ്റെ മരണശേഷം നിലനിർത്താൻ രാഷ്ട്രത്തിന് സമർപ്പിച്ചു. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആസ്വദിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ 6 ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ. സൗഖ്യം നുകരുമ്പോൾ അരുതേ ചതഞ്ഞ വേദാന്തം. ഓരോ മനുജനും ഓരോ ദിനമുണ്ടാറടി മണ്ണിനു സ്വന്തം. എന്തിനു ജന്മം, എന്തിനു ജീവിതം, എന്തിനു നാം വൃഥാ. അരങ്ങൊഴിഞ്ഞു പോകാൻ വെറുമൊരു നാടകമാണിന്ന്. ഇന്നലെ നമ്മൾ കണ്ടവരിൽ ചിലരെങ്ങോ മറയുന്നു. കാലം കാട്ടും ജാലമതിൽ നാം മണ്ണായി മാറുന്നു. ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആസ്വദിക്കുക നാം. കാലത്തിരമാലകളിൽ നമ്മൾ തുഴഞ്ഞ കളിവള്ളം, തീരത്തൊരു ചെറുതിരി കാട്ടാൻ ദീപമുണ്ടോ മറുകരയിൽ? ഇല്ലല്ലോ, ദൈവം പോലും ഒരു ചെറുതണലേകാൻ. നേരം പോയി നമ്മൾക്കായിനി കരയാനാരുണ്ട്? ഓ, മരണം മഞ്ചലുമായി വന്നാൽ കൂടെ പോകണ്ടേ? ഈ മനോഹര ഭൂമിയിൽ ഇനിയൊരു ജന്മമില്ലല്ലോ, സുഹൃത്തെ ആസ്വദിക്കുക നാം. ഈ വിലാസലോല ഭൂമിയിൽ 6 ബന്ധുക്കൾ, സുഹൃത്തെ ചുറ്റും ശത്രുക്കൾ.